സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി വെച്ച ഭാഗം പരബ്രഹ്മത്തിൽ നിന്ന് വേറെയായി ലോകം ഇല്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ അദ്വൈതം ആണ്, ദ്വൈതമില്ല, രണ്ടായിട്ടില്ല. പരബ്രഹ്മം വേറെ, ഈശ്വരൻ വേറെ, ലോകം വേറെ, അങ്ങനെ ഇല്ല. എല്ലാം ഒന്നേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാ നമുക്ക് അനുഭവത്തിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അനുഭവത്തിൽ ഉണ്ടല്ലോ, ഒന്ന് എന്ന് പറഞ്ഞ രണ്ടായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത്, അങ്ങനെയല്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പൊ അതിന് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു, അത് ഭ്രമം കൊണ്ടാണ്. അതാണ്, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭ്രമം, മോഹം എന്നൊക്കെ പറയുന്ന വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഭ്രമം. ഭ്രമത്താൽ, അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അതെങ്ങനെയാണോ കയറില് പാമ്പിനെ കണ്ടിട്ട് ഭയപ്പെടുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ, അതുപോലെ ബ്രഹ്മത്തില് ആരോപിക്കപ്പെടുന്നതാണ് ഈ ലോകം. അങ്ങനെ ഭ്രമം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. തത്വം പദാഭ്യാമഭിധീയമാനയോഃ ബ്രഹ്മാത്മനോ ശോതിതയോർയധിത്ഥം ശ്രുത്യാ തയോ തത്വമസീതി സമ്യക് ഏകത്വമേവ പ്രതിപാദ്യതേ മുഹുഃ. തത്വം പദാഭ്യാമഭിധീയമാനയോഃ ബ്രഹ്മാത്മനോ ചോദിതയോർയധിത്ഥം ശ്രുത്യാ തയോസ്തത്വമസീതി സമ്യക് ഏകത്വമേവ പ്രതിപാദ്യതേ മുഹുഃ. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം തന്നെ. തത് ത്വം അസി, അല്ലെ? തത്വമസി, തത് ത്വം അസി. അതില് ത്വം പദവിചാരം നമ്മൾ ചെയ്തു. ആദ്യം എന്താണ് ത്വം പദവിചാരം? നമ്മളെ കുറിച്ചുള്ള, ജീവനെ കുറിച്ചുള്ള വിചാരം. പിന്നീട് തത്പദ വിചാരം ചെയ്തു, അതായത് ഈശ്വരനെ കുറിച്ചുള്ള വിചാരം. ഈശ്വരനെ കുറിച്ചുള്ള വിചാരം, തത്പദ വിചാരം ചെയ്തു. ഇനി എന്താ വേണ്ടേ? അസി എന്നൊരു വാക്ക് കൂടെ ഉണ്ട്. അതാണ് ഐക്യത്തെ കാണിക്കുന്ന ഒരു വാക്ക്. അസിപദ വിചാരം ചെയ്യണം. ഉപനിഷത്തുകളില് ജീവബ്രഹ്മ സംബന്ധത്തെ പറ്റി പറയുമ്പോൾ, ഉപനിഷത്തുകളൊക്കെ ജീവബ്രഹ്മ സംബന്ധത്തെ പറ്റി പറയുമ്പോൾ തത്വമസി എന്ന ഉപദേശം ആണ് മെയിനായിട്ട് ചെയ്യപ്പെടുന്നത്. ഐക്യം പറയുമ്പോൾ എപ്പോഴും തത്വമസി വളരെ പ്രധാനമായിട്ട് പറയും. തത്, ആ ഈശ്വരൻ, ത്വം, നീയായി, അസി, ഇരിക്കുന്നു. ആ ഈശ്വരൻ നീയായി ഇരിക്കുന്നു, നീ അത് തന്നെ. അതായി നീ ഇരിക്കുന്നു. ഏതായിട്ട്? ഈശ്വരനായിട്ട്. തത് ത്വം അസി, അതായി നീ ഇരിക്കുന്നു. തത് ഈശ്വരൻ, ത്വം നീ. അപ്പോ ഈശ്വരനായി അതായി നീ ഇരിക്കുന്നു. അതായത് അപ്പൊ അതില് ത്വതാര ഈശ്വരൻ, ത്വമാരാണ്? ജീവൻ. അപ്പോ ഈശ്വരൻ ജീവനായി തന്നെയാണ് ഇരിക്കുന്നത്. തത് ത്വം അസി, ആ ഐക്യത്തെയാണ് ഇവിടെ പറയുന്നത്. നീ എന്നത് ജീവൻ, ഇരിക്കുന്നു എന്നത് ഐക്യത്തെ പറയുന്നു. അസിപദ വിചാരം എന്നാൽ ഐക്യവിചാരം എന്നാണ് പറയുക. അസിപദ വിചാരം എന്ന് പറയുമ്പോൾ ഐക്യവിചാരം. ഇപ്പൊ രണ്ട് വസ്തുക്കളെ എടുത്തിട്ട് രണ്ടും ഒന്ന് തന്നെ എന്ന് പറയപ്പെടുന്നു എന്നാൽ അതെപ്പോഴാ പറയാൻ പറ്റുക? രണ്ട് വസ്തുക്കളെ എടുത്തിട്ട് പറയുകയാണ് ഇത് രണ്ടും ഒന്ന് തന്നെ, അതെങ്ങനെയാ പറയാൻ പറ്റുക നമുക്ക്? എപ്പോഴാണ് പറയാൻ പറ്റാതിരിക്കുക? എപ്പോ പറയാൻ പറ്റും? എപ്പോഴാണ് പറയാൻ പറ്റാതിരിക്കുക? എന്തുകൊണ്ട് പറയണം?
എന്തുകൊണ്ട് പറയാൻ പറ്റില്ല, ഇതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. കുറെ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് പറയാൻ പറ്റും, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല, എന്തുകൊണ്ട് പറയണം, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യങ്ങളാണ്. എപ്പോൾ പറയാൻ പറ്റില്ല, അതുകൊണ്ട് എപ്പോ പറയാൻ പറ്റും, എപ്പോ പറയാൻ പറ്റില്ല, എന്തുകൊണ്ട് പറയണം, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോ രണ്ട് വേറെ വേറെ വസ്തുക്കളെ എടുത്ത്, രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ, വേറെ വേറെ ഗുണങ്ങളുള്ള വസ്തുക്കളെ എടുത്ത് അവ ഒന്ന് എന്ന് പറയാൻ പറ്റില്ല. ചുമ്മാ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 = 6, 5 = 6 എന്ന് പറയാൻ പറ്റുമോ? 5 = 6 എന്ന് പറയാൻ പറ്റില്ല. രണ്ടും വേറെ വേറെ തന്നെയാണ്. അങ്ങനെയുള്ള രണ്ടിനെ ചേർത്തിട്ട് ഐക്യം പറയാൻ പറ്റില്ല. 6നെ 5നോട് സമപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. വേറെ വേറെ ആയിട്ടുള്ളതിനെ സമപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ 5 = 5 അത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയാണ്, പക്ഷെ പറയേണ്ട ആവശ്യമില്ല. 5 = 5 എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സമപ്പെടുത്തുന്നത് എപ്പോഴാണ് രണ്ട് കാര്യങ്ങളെ സമപ്പെടുത്തുക? ഒരു ഭാഗത്ത് 5 എന്നുള്ളതിന് പകരം 2 + 3 എന്നും, മറുഭാഗത്ത് 5 എന്നുള്ളതിന് 6 - 1 എന്ന് എഴുതി കഴിയുമ്പോൾ രണ്ട് ഇക്വേഷൻ എന്ന് പറയും. ഒരു ഭാഗത്ത് 2 + 3 = എന്നിട്ട് മറുഭാഗത്ത് 6 - 1. ഇതൊരു ഇക്വേഷൻ എന്നാണ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് സമപ്പെടുത്തുവാനായിട്ട് ഒരു നിബന്ധനയുണ്ട്. ഏത് കാര്യവും സമപ്പെടുത്തുവാനായിട്ട് ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? നമുക്ക് ആലോചിച്ചാൽ അറിയാം. സമപ്പെടുത്തണമെങ്കിൽ ഒരു നിബന്ധന അവിടെ ഉണ്ടായിരിക്കും. അതായത് സത്യത്തിൽ ഉണ്മയിൽ വേറെയല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഉണ്മയിൽ ഒന്ന് തന്നെയാണ്, സത്യത്തിൽ ഒന്ന് തന്നെയാണ്, പക്ഷെ കാഴ്ചയിൽ വേറെ വേറെ പോലെ ഇരിക്കുന്നു. ആ സമയത്താണ് സമപ്പെടുത്താൻ പറ്റുക. കാഴ്ചയിൽ വേറെ വേറെ ആയിരിക്കുന്നു, സത്യത്തിൽ ഒന്ന് തന്നെ. ഇപ്പൊ 2 + 3 സത്യത്തില് 5 തന്നെയാണ്. 6 - 1 സത്യത്തില് 5 തന്നെയാണ്. പക്ഷെ 2, 3, 6, 1 ഇങ്ങനെ 4 അക്കങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒരു = ഉണ്ട്. അപ്പൊ നമുക്ക് സമപ്പെടുത്താൻ പറ്റും. കാരണം തത്വത്തിൽ ഉണ്മയിൽ ഒന്ന് തന്നെയാണ് രണ്ട് സൈഡിലും ഉള്ളത്. അപ്പൊ സമപ്പെടുത്താൻ പറ്റും. ഇനി 2 കണ്ടീഷൻസ് ഉണ്ട്. സാധാരണ ഇതിന് 2 കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യണം. ഉണ്മയിൽ വേർതിരിവ് പാടില്ല. രണ്ട് കാര്യങ്ങളെ സമപ്പെടുത്തണമെങ്കിൽ ഉണ്മയിൽ, സത്യത്തിൽ വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. കാഴ്ചയിൽ വേറെയാണെന്ന് തോന്നുകയും വേണം. അങ്ങനെയുള്ളതിനെ സമപ്പെടുത്താൻ പറ്റും. കാഴ്ചയിൽ വേറെയാണെന്ന് തോന്നും, സത്യത്തില് ഒന്ന് തന്നെ, യഥാർത്ഥത്തില് ഒന്ന് തന്നെ, കാഴ്ചയില് രണ്ടായിട്ട് തോന്നും. ഈ ഇക്വേഷനിൽ 2, 3, 6, 1 പലതും ഉണ്ട്. അപ്പൊ ഇതൊക്കെ വേറെ വേറെയാണെന്ന് തോന്നിയാലും ഉണ്മയിൽ രണ്ട് സൈഡും ഇതിന്റെ 5 തന്നെ ആയതുകൊണ്ട് നമുക്കത് ഒന്ന് തന്നെ എന്ന് മനസ്സിലാകും. അപ്പൊ ഉള്ളത് ഒന്ന് തന്നെ, പക്ഷെ അപ്പിയറൻസ്, കാഴ്ചയിൽ അപ്പിയറൻസിൽ വേറെ വേറെ. ഇതിനെ ഇനി വേദാന്തത്തിലേക്ക് കൊണ്ടുവരും. ഈ പറഞ്ഞ സംഭവത്തിന്, അതായത് ഉണ്മയിൽ 1, കാഴ്ചയിൽ 2. അപ്പൊ നമുക്ക് സമപ്പെടുത്താൻ സാധിക്കും. ഉണ്മയിൽ 2 ആണെങ്കിൽ സമപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? വേദാന്തത്തിലേക്ക് വരുമ്പോ ജീവൻ എന്ന ഒരു തത്വം, ജീവൻ എന്ന ഒരു തത്വം, ഈശ്വരൻ എന്ന ഒരു തത്വം, രണ്ടു പറഞ്ഞേ. ജീവൻ എന്ന തത്വം പറഞ്ഞു, ഈശ്വരൻ എന്ന വേറൊരു തത്വവും പറഞ്ഞു. ഇനി ഈ ജീവനും ഈശ്വരനും തമ്മിലുള്ള സംബന്ധത്തെയാണ് പറയേണ്ടത്. അതാണ് അസിപദ വിചാരം. ഈ ജീവനും ഈശ്വരനും തമ്മിലുള്ള സംബന്ധത്തെ പറയണം. അതാണ് അസിപദ വിചാരം. അപ്പൊ എന്താണ് റിലേഷൻ? ഇത് തമ്മിൽ എന്താണ്? ജീവനും ഈശ്വരനും തമ്മിൽ എന്ത് റിലേഷൻ? അല്ലെ, ഇതാണ് നമുക്ക് ശരിക്കും അറിയേണ്ട കാര്യം. അത് തന്നെയാണ്. നമ്മളും ഈശ്വരനും തമ്മിൽ എന്ത് റിലേഷൻ? നമുക്കിപ്പോ എങ്ങനെയാണ്? ഈശ്വരൻ ഒരു വലിയൊരു ആളപ്പുറയുണ്ട്, നമ്മളിപ്പുറം ഒരാൾ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും വിചാരം. അപ്പൊ ഈ ഒരു റിലേഷനാണോ ശരി? ശരിയായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇതാണ് അറിയാൻ പോകുന്നത്. വളരെ രസകരമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ അതിനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അസിപദവിചാരം ഏറ്റവും അറിയേണ്ട കാര്യം അത് തന്നെയാണ്. ഇവിടുന്ന്
ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ, അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇതറിഞ്ഞേ തീരും. ഈ വ്യത്യാസം വെച്ചുകൊണ്ട് രണ്ടാണെന്നുള്ള ധാരണയിൽ ഈ ശരീരം വിട്ടാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. വീണ്ടും ജനനം വരും, രണ്ടായിട്ട് തന്നെ ജനനം വരും. അപ്പൊ രണ്ടില്ല എന്ന് പറഞ്ഞ അദ്വൈതമാണ്, ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ശരീരം വിടുമ്പോഴാണ് നമ്മൾ ജ്ഞാനി ആയിട്ട് ശരീരം വിടുന്നത്, ജ്ഞാനത്തോടുകൂടി ശരീരം വിടുന്നത്, അജ്ഞാനം മാറുന്നത്. അജ്ഞാനം എന്താണ്? രണ്ട് എന്നുള്ള തോന്നല്. അതിലെ ഏറ്റവും ബേസ് എന്ത്? ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള തോന്നൽ. അതിനെയാണ് ഇവിടെ മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠിത്തത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല രസകരമായ ഒരു ഭാഗമാണ് ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ നമുക്കിവിടെ പറഞ്ഞു തരും. അപ്പൊ രണ്ട് തത്വം, ജീവൻ എന്നൊരു തത്വം നന്നായിട്ട് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് ജീവൻ? പിന്നെ ഈശ്വരനെ പഠിച്ചു, നന്നായിട്ട് ഈശ്വരനെ കുറിച്ചും പഠിച്ചു. ഇനി ഐക്യം എങ്ങനെ വരും, എപ്പോ പറയാൻ പറ്റും, എന്താണ് അതിന്റെ റൂൾസ് ആണ് ഇവിടെ നോക്കുന്നത്. ഇപ്പൊ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഒരേ ഒറിജിനലി ഒന്നായിരിക്കണം, കാഴ്ചയിൽ രണ്ടായിട്ട് തോന്നണം. ഇങ്ങനെയുള്ള സംഭവത്തിനെ ഐക്യം പറയാൻ പറ്റുള്ളൂ. ഇനി അതെങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ അതിനകത്ത് കാണും. എത്ര രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇവിടെ ശാസ്ത്രം, അതായത് വേദം എന്ത് ചെയ്യുന്നു? ജീവനെയും ഈശ്വരനെയും ഐക്യപ്പെടുത്തി റിലേഷൻഷിപ്പ് പറഞ്ഞു തരാൻ പോവുകയാണ്. ജീവനും ഈശ്വരനും ഒന്ന്. ഏതുപോലെ? 2+3 എന്ന ഒരു ഭാഗത്ത്, 6-1 എന്നൊരു ഭാഗത്ത്, രണ്ടും ഒന്ന് തന്നെ, നെറ്റ് റിസൾട്ട് ഒന്ന് തന്നെ. അതുപോലെ ജീവനെയും ഈശ്വരനെയും ഐക്യപ്പെടുത്തുന്ന വാക്യം, ഇക്വേഷൻ എന്ന് പറഞ്ഞാലോ 2+3 = 6-1 ഒരു ഇക്വേഷൻ ആണെന്ന് പറയും. അപ്പൊ രണ്ടിന്റെ റിസൾട്ട്, രണ്ട് സൈഡിലെ റിസൾട്ട് ഒന്നാണ്, രണ്ടും ഒന്ന് തന്നെയാണ്, ഓക്കെ ആണ്, നമുക്ക് സംശയമില്ല. അതുപോലെ ജീവൻ = ഈശ്വരൻ എന്ന ഒരു വാക്യം, ആ വാക്യത്തിന്റെ റിസൾട്ട് ജീവൻ = ഈശ്വരൻ എന്നുള്ളൊരു വാക്യം വന്നാൽ അതിന്റെ റിസൾട്ട് രണ്ടും ഒന്ന് തന്നെ എന്നാണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള വാക്യത്തിന്റെ പേരാണ് മഹാവാക്യം. ജീവനെയും ഈശ്വരനെയും ഐക്യപ്പെടുത്തുന്ന വാക്യത്തിന്റെ പേരാണ് മഹാവാക്യം. അതെന്താ മഹാ എന്ന് പറയാൻ കാരണം? മഹാപ്രയോജനം തരുന്നത് കൊണ്ട്, വലിയ പ്രയോജനം തരുന്നതുകൊണ്ടാണ് അതിനെ മഹാവാക്യം എന്ന് പറഞ്ഞത്. വലിയ രഹസ്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ആ മഹാവാക്യങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്നത് വലിയ രഹസ്യമാണ്. ശരിക്കും രണ്ടും ഒന്നാണ്, പക്ഷേ വേറെ വേറെയായി തോന്നും. ഏത് രണ്ടും? ജീവനും ഈശ്വരനും ശരിക്കും ഒന്നാണ്, പക്ഷേ നമുക്ക് വേറെയായി തോന്നും. അപ്പോ എങ്ങനെയാണ് വേറെയായി തോന്നുന്ന വിചാരത്തെ മാറ്റാൻ പറ്റുക? ആ തോന്നലിനെ മാറ്റണമെങ്കിൽ ശ്രേണികാൽ മ്യൂട്ട് ചെയ്യൂ. പക്ഷെ വേറെ വേറെയായി തോന്നുന്നു. അതിനാൽ വിചാരം ചെയ്താൽ മാത്രമേ ഐക്യം മനസ്സിലാവുകയുള്ളൂ. നന്നായിട്ട് വിചാരം ചെയ്യുമ്പോൾ ഐക്യം മനസ്സിലാവും. നോക്കാം നമുക്ക്. എങ്ങനെയുള്ള ജീവൻ, എങ്ങനെയുള്ള ഈശ്വരൻ, അതാണ് ആദ്യം നോക്കണ്ടേ. അതിൽ ജീവനെ നമ്മൾ വിചാരം ചെയ്തു. എങ്ങനെയുള്ളതാ ജീവൻ? ഓർമ്മയുണ്ടോ? വിചാരം ചെയ്തപ്പോ എന്താണ് പെട്ടെന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇത്രയും പഠിച്ചു, വിവേക ചൂടാമണിയിലെ ഇത്രയും ശ്ലോകങ്ങൾ പഠിച്ചപ്പോ ജീവൻ എന്നാൽ എന്ത്, എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക. എന്താണ് ജീവൻ? പഠിച്ചോ ഇല്ല മനസ്സിലാകണോ നോക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആൻസർ? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നെ, നമ്മൾ എന്താണ്? നമ്മൾ വിചാരം ചെയ്തപ്പോ എന്താണ് മനസ്സിലായത്? പഞ്ചകോശം വിചാരം ചെയ്തു അല്ലെ? പഞ്ചകോശം ശരീരമാണ്, പഞ്ചകോശമാണ്. ഇതാണ് ഇപ്പോഴത്തെ വിചാരം. ഇപ്പോഴത്തെ വിചാരം എന്താ? നമ്മുടെ ആസ് ഇറ്റ് ഈസ് പഞ്ചകോശങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ ശരീരമാണ് നമ്മൾ. പിന്നെ വിചാരം ചെയ്തപ്പോഴോ പഞ്ചകോശങ്ങൾ അല്ല നാം. നമ്മൾ ആരാണ്? ഈ പഞ്ചകോശം അല്ലെ? ഇതൊക്കെ പോകും, ഇതൊക്കെ നശിക്കും, ഈ ശരീരമൊക്കെ നശിക്കും, പക്ഷെ ഞാൻ നശിക്കില്ല. ഞാൻ ആരാണ്? അവിടെ പറഞ്ഞു തന്നു, അറിവ് സ്വരൂപമായ ആത്മാ ചൈതന്യം ആണ് ഞാൻ എന്ന് പറയും. അറിവ് സ്വരൂപമാണ്,
ജ്ഞാനമാണ്, അറിവാണ്, ആത്മാ എന്ന ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ചൈതന്യം, ആത്മാ എന്നുള്ളത് ഉറപ്പിച്ചു. ജീവൻ എന്നുള്ളത് ആരാണ്? അപ്പൊ ഉറപ്പിച്ചു വന്നപ്പോ ചൈതന്യം, ആത്മാ, ശരീരമല്ല. അതിനൊക്കെ കളഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് ശരീരമാണെന്ന്. അല്ല, നമ്മൾ ആരാണ്? നമ്മൾ ചൈതന്യമാണ്, നമ്മൾ ആത്മ ആണ്. ശരി, ഇനി ഈശ്വര വിചാരം ചെയ്തപ്പോ എന്തുണ്ടായി നോക്കാം. ഈശ്വരൻ വിചാരം ചെയ്തപ്പോ എന്തുണ്ടായി? ലോകത്തിനൊക്കെ കാരണമായിരിക്കുന്ന ആളാണ് ഈശ്വരൻ. ലോകത്തിനെല്ലാം കാരണം ഈശ്വരൻ. അതിനെ വിചാരം ചെയ്തപ്പോ എന്തുണ്ടായി? ലോകത്തിൽ നമ്മൾ ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും അനന്തമല്ല, ഇതെല്ലാം ഉണ്ടായി നശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്, ഇത് ഉണ്ടാക്കുന്ന അത് വീണ്ടും തിരിച്ച് അങ്ങനെ ഈ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നൊക്കെ പഠിച്ചവിടെ. അപ്പോ സത്യം ജ്ഞാനം അനന്തം എന്നാണ് ഈ ശക്തിയുടെ പുറകിലുള്ള ആ ശക്തി. ഇത് ഈ സൃഷ്ടിയുടെ പുറകിലുള്ള ശക്തി, അത് ബ്രഹ്മമാണ് എന്ന് കണ്ടു. ആ ബ്രഹ്മം എന്താണെന്ന് കണ്ടു? അനന്തമാണ് എന്ന് കണ്ടു. അനന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമാണ്, അറിവ് സ്വരൂപമാണ്. ആത്മാ എന്ന് പറഞ്ഞപ്പോഴും അറിവ് സ്വരൂപം പറഞ്ഞു. ബ്രഹ്മം എന്ന് പറയുമ്പോഴും അറിവ് സ്വരൂപം അഥവാ ചൈതന്യം എന്ന് പറഞ്ഞു. അവസാനം വരുമ്പോ ഈശ്വരൻ എന്നുള്ളതിനെയും നമ്മൾ ലോകം എന്നുള്ളതിനെ ഈശ്വര വിചാരം ചെയ്ത് കൊണ്ടുവന്നപ്പോ ലോകം എല്ലാം അതിനെല്ലാം ഖണ്ഡിച്ച് വന്നിട്ട് സത്യം ജ്ഞാനം അനന്തം. സത്യമായത് എന്താണ്? ഇതിന്റെ പുറകിലുള്ള ശക്തി. ആ ജ്ഞാനസ്വരൂപനാണ് ഇതിന്റെ പുറകിലുള്ള, അറിവ് സ്വരൂപമാണ്, അത് അനന്തമാണ്. ഇത് ലോകത്തിൽ നമ്മൾ കാണുന്നതൊന്നും അനന്തമല്ല. അപ്പൊ അനന്തമായത് ഇതിന്റെ പുറകിലുണ്ട്. ആ അനന്തമായതാണ് ഈ അനന്തമല്ലാത്തതിന് മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിന്റെ മായാശക്തി ഉപയോഗിച്ചിട്ട് കൊണ്ടാണ്. അപ്പൊ അതാരാണ്? അത് അറിവ് സ്വരൂപമാണ്, അത് പൂർണ്ണമാണ്, അതിന് അപൂർണതയില്ല. അപൂർണത ഏതാ? ലോകത്തിനാണ്. എല്ലാം നശിക്കുന്നതാണ്, അതുകൊണ്ട് അപൂർണതയാണ്. മറ്റേത് പൂർണ്ണമാണ്. അപ്പൊ ജീവന് അറിവ് സ്വരൂപം, ഈശ്വരനും അറിവ് സ്വരൂപം. ജീവനും അറിവ് സ്വരൂപം, ഈശ്വരനും അറിവ് സ്വരൂപം. അപ്പോ എന്തായി? രണ്ടും അറിവ് സ്വരൂപമാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓക്കെ ആയല്ലോ. രണ്ട് സൈഡിലും അറിവ് സ്വരൂപം ഈസ് ഈക്വൽ ടു അറിവ് സ്വരൂപം. അപ്പൊ പിന്നെ ഐക്യത്തിന് ഇനി വേറെ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനാൽ രണ്ടും ഒന്ന് തന്നെ എന്ന് ഐക്യപ്പെടുത്താം. അതാണ് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു തന്നെ. ഒന്നിനെ കീറി മുറിച്ച് വന്നപ്പോ ജീവനക്ക് അനലൈസ് ചെയ്ത് വന്നപ്പോ ജീവൻ ചൈതന്യം, അറിവ് സ്വരൂപം എന്ന് കണ്ടു. ഈശ്വരനെ, അതായത് ബ്രഹ്മം മായ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്റ്റേജാണ് ഈശ്വരൻ. മായ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോ അവിടെ നോക്കിയപ്പോ എന്തായി? ഈ ലോകം മുഴുവൻ തന്നെ കാരണമായ ഈശ്വരൻ മായ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് അനന്തമായിട്ടുള്ള ശക്തിയാണ്. പക്ഷെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതൊന്നും അനന്തമല്ല. അതുകൊണ്ട് ഈ സൃഷ്ടി ശാശ്വതമല്ല. ഇത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ഇത് എന്താ വാക്കുപയോഗിച്ച്? മിഥ്യയാണ്. ജഗത് മിഥ്യ, ബ്രഹ്മസത്യം എന്ന് കണ്ടു. അപ്പൊ ബ്രഹ്മസത്യം, സത്യമനന്തം, സത്യം ജ്ഞാനമനന്തം എന്ന് കാണുമ്പോ ബ്രഹ്മം അറിവ് സ്വരൂപം, ചൈതന്യം. അപ്പൊ രണ്ടും അറിവ് സ്വരൂപം തന്നെയാണ്, രണ്ടും ചൈതന്യം തന്നെയാണ്. അപ്പോ തത്വം പദാഭ്യാം, നമ്മുടെ ശ്ലോകത്തിലേക്ക് പോകാം. തത്വം പദാഭ്യാം അഭിധീയമാനയോഹോ തത് ത്വം പദാഭ്യാം. തതെന്നും ത്വം എന്നുമുള്ള വാക്യങ്ങളാൽ, അതല്ലെങ്കിൽ പദങ്ങളാൽ, തത് എന്നും ത്വം എന്നുമുള്ള പദാഭ്യാം എന്ന് പറഞ്ഞാൽ ആ പദങ്ങളാൽ. ഇവിടെ ചേർത്തല്ല പഠിക്കേണ്ട, തത്വം എന്ന് ചേർത്ത് പഠിക്കരുത്, തത് ത്വം എന്ന് പഠിക്കണം. ആ ശ്ലോകം പഠിക്കുമ്പോൾ തത് ത്വം എന്ന് പഠിക്കണം. രണ്ടാണത്. അഭിധീയമാനോ, അതായത് രണ്ട് വാക്യങ്ങൾ, ഈ രണ്ട് പദങ്ങളാൽ പറയപ്പെടുന്ന വാക്യങ്ങൾ പറയപ്പെടുന്നത് എന്താണ്? ബ്രഹ്മാത്മനോ, ബ്രഹ്മത്തിനും ആത്മാവിനും, ബ്രഹ്മാത്മനോഹോ, ബ്രഹ്മത്തിനും ആത്മാവിനും, തത് ത്വം എന്ന് പറയപ്പെടുന്ന ബ്രഹ്മത്തിനും ആത്മാവിനും,
തത് ത്വം പദാഭ്യാം അഭിധീയമാനയോः ബ്രഹ്മാത്മനോ ശോധിതയോർയതിത്വം. ശോധിതയോഹോ വിചാരം ചെയ്യപ്പെട്ട, അല്ലെ? നമ്മൾ വിചാരം ചെയ്തല്ലോ. അപ്പൊ ശോധിതയോഹോ വിചാരം ചെയ്യപ്പെട്ട. ശോധനം എന്നാൽ വിചാരം ചെയ്യലിനാണ് ചോദനം എന്ന് പറയാം. ശോധിതയോർ ഇത്തം. യത് ഇത്തം. ഇത്തം ഈ വിധം. എങ്ങനെ? രണ്ടും ഒന്ന് തന്നെ എന്ന് ഏകത്വത്തെ കുറിച്ച് അറിയാൻ വേണ്ടി വിചാരം ചെയ്തു. ആ വിചാരം ചെയ്യൽ ബ്രഹ്മാത്മനോ ശോധിതയോർ യതിത്വം. യതിത്ഥം, ത്വം അല്ല, സോറി, യതിത്ഥം. ഇത്തം എന്ന് പറഞ്ഞാൽ ഈ വിധം. എങ്ങനെ? നേരത്തെ നോക്കിയ വിധം. ഈ ഏകത്വത്തിനെ കുറിച്ച് രണ്ടാമത്തെ വരിയില് എന്താ പറയുന്നേ? അങ്ങനെ ഈ വിധം വിചാരം ചെയ്യപ്പെട്ട ഏകത്വം ശ്രുത്യ. ശ്രുത്യ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിനാൽ, അല്ലെങ്കിൽ വേദത്തിനാൽ, അല്ലെങ്കിൽ ശ്രുതിയാൽ. ശ്രുത്യ വേദത്തിനാൽ, ഉപനിഷത്തിനാൽ, ശ്രുതിയാൽ. ഇവിടെ ഏത് ഉപനിഷത്താ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏത് ഉപനിഷത്തിലാണ് ഈ വാക്യം പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ചാന്തോഗ്യ ഉപനിഷത്തില്. ചാന്തോഗ്യ ഉപനിഷത്തിനാൽ എന്താണ് പറയുന്നത്? തയോ തത്വമസീതി സമ്യക് ശ്രുത്യ വേദങ്ങളാൽ. തയോഹോ ജീവന്റെയും ബ്രഹ്മത്തിന്റെയും. ഇവിടത്തെ തയോഹോ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? രണ്ടെന്ന് പറയുമ്പോ ജീവന്റെയും ബ്രഹ്മത്തിന്റെയും. തത് ത്വം അസി ഇതി. തത്വമസീതി എന്ന് പറഞ്ഞാൽ തത് ത്വം അസി ഇതി. തത്വമസി എന്ന, അതായി നീ ഇരിക്കുന്നു എന്ന, അതും നീയും ഒന്ന് എന്ന ഏകത്വം സമ്യക് നല്ലവണ്ണം. സമ്യക് പറയുമ്പോൾ നല്ലവണ്ണം, സംശയരഹിതമായി. സമ്യക് നല്ലവണ്ണം, സംശയരഹിതമായി. പിന്നെ ഏകത്വമേവ പ്രതിപാദ്യതേ മുഹുഹു. നന്നായിട്ട് ഏകത്വമേവ പ്രതിപാദ്യതേ. ഏകത്വമേവ ഒന്നു മാത്രം എന്നതിനെ, ഏകത്വം ഏവ ഒന്നു മാത്രം എന്നതിനെ, അദ്വൈതം എന്നതിനെ പ്രതിപാദ്യതേ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു, കാണിച്ചു തന്നിരിക്കുന്നു, വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപനിഷത്തിലെ വാക്യങ്ങള് ജീവനും ഈശ്വരനും തമ്മിലുള്ള ഐക്യത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മുഹുഹു അതാണ് അവിടെ. വീണ്ടും വീണ്ടും എത്രയോ പ്രാവശ്യം ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെ, രണ്ടും ഒന്ന് തന്നെ, രണ്ടും ഒന്ന് തന്നെ. എത്ര പറയുമ്പോഴും നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അതാണ് പിന്നെയും പിന്നെയും പറയുന്നത്. അങ്ങനെയല്ലേ? എല്ലാ കഥകളും കേൾക്കുമ്പോഴും വീണ്ടും 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 ഉള്ള ഗുരുനാഥന്മാര്, ഇവിടെ വരുന്ന ഗുരുനാഥന്മാരൊക്കെ വീണ്ടും 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 പറയും. ഭാഗവതം എത്ര പ്രാവശ്യം കേട്ടു, ഭഗവത്ഗീത എത്ര പ്രാവശ്യം കേട്ടു, എല്ലാ കാര്യങ്ങളും എത്രയോ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും തദൈവ പഴയ സ്ഥലത്ത് തന്നെ. അപ്പോ അതെന്താ കാരണം? ഈ മായയുടെ പിടുത്തം, അതിൽ നിന്ന് വിടാനുള്ള ബുദ്ധിമുട്ട്. മായയിൽ നിന്ന് എന്നെ വിടിയിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? അതില്ലല്ലോ. മറ്റു കാര്യങ്ങളൊക്കെ ഈ മായക്കകത്ത് കിടന്നുള്ള കളിയാ. മായയിലുള്ള പല സാധനങ്ങൾ ഇനിയും വേണം. മായയ്ക്ക് വേണ്ടി തന്നെ ശരിക്കും പ്രാർത്ഥിക്കുന്നത്, മായ വിടാനല്ല പ്രാർത്ഥിക്കുന്നത്. മായ കൊണ്ട് മോഹിക്കപ്പെട്ടിരിക്കുന്ന, ഭ്രമം കൊണ്ട് മോഹിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ സകല സാധനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ജീവൻ, നമ്മൾ, സാക്ഷാൽ ബ്രഹ്മമായ നമ്മൾ, പരബ്രഹ്മമായ നമ്മൾ സ്വയം അവനവനെ ഇകഴ്ത്തി താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, ഞാൻ വെറും ജീവനാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ്, ഈ പഞ്ചകോശങ്ങളാണ് ഞാൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനെയാണ്? മായയെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ചോദിക്കുന്നതെല്ലാം മായയാണ്. എന്ത് ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം മായയാണ്. ആ ഭാഗവതത്തിൽ പറയുന്നത് മായയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് എന്ത് പ്രാർത്ഥിക്കണം? ഗുരുവായൂരപ്പനോട്, മായാകൃഷ്ണനോട് എന്ത് പ്രാർത്ഥിക്കണം? എന്നെ ഈ മായയിൽ നിന്ന് രക്ഷിച്ചു തരണമേ. നമ്മളോ മായയ്ക്കകത്തുള്ള എല്ലാം വേണം നമുക്ക്. സകല സാധനവും മായയ്ക്കകത്തുള്ളതാണ്. കാരണം അതെല്ലാം മിഥ്യയാണ്. മിഥ്യയെ വേണം എന്ന്
യാഥാർത്ഥ്യമായി വിചാരിച്ചുകൊണ്ട് മിഥ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥന മുടങ്ങാതെ സകല സാധനയും ചെയ്യുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യും. 41 ദിവസം കുളിച്ചു തൊഴുത ഇന്ന കാര്യം റെഡിയാവും എന്ന് പറഞ്ഞാൽ ഉടനെ 41 അല്ലാതെ 51 വരെ ചെയ്യും. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ഇത് വേണ്ടിയിട്ടാ ഈ മായയെ ചോദിച്ച് മേടിക്കുക. അപ്പൊ ഈശ്വരനും അത് ബുദ്ധിമുട്ടില്ല. മായയാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എവിടെയൊന്ന് പിടിപ്പിക്കേണ്ടത് നോക്കിയിരിക്കുക. അന്നേരം നമ്മൾ കയ്യും നീട്ടി അങ്ങ് ചെല്ലുന്നു, ഉടനെ ദേ ഇരിക്കട്ടെ വെച്ചോ. അപ്പൊ ഈ ചെറിയൊരു സ്പാനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ജീവിതം വളരെ ചെറിയൊരു വർഷങ്ങളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ വർഷത്തിനിടയ്ക്ക് എന്ത് ചെയ്യും? ഈ മായയെ കൂട്ടി 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 വെക്കും, അല്ലേ? നല്ല സമ്പാദിച്ച് വീടുകൾ 2ഉം 3ഉം 4ഉം വീട്, 3-4 ഫ്ലാറ്റ്, 3-4 കാറ് എന്ന് വേണ്ട സകലമായ സാധനങ്ങൾ ഒന്നും പോരാ, എല്ലാം മൾട്ടിപ്പിൾ വേണം, ധാരാളം വേണം, ഇഷ്ടംപോലെ എല്ലാം കൂട്ടി വെക്കും. അപ്പൊ ആരോടാ ചോദിക്കുന്നത്? മായയോട് ചോദിക്കുന്നു. മായ എന്താ എടുത്തൊന്നും എല്ലാം തരും, ധാരാളം തരും. അങ്ങനെ ഇതിനകത്ത് കുടുങ്ങി കിടക്കാതെ ഇതൊന്നും ഊരാൻ പറ്റത്തില്ല. ഒരെണ്ണാണെങ്കിൽ എങ്ങനെയെങ്കിലും ഊരിപ്പോ. ഇത് പലതല്ലേ, എല്ലാം കൂടി കയറ്റി വെച്ചിരിക്കുക. ഞാൻ 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 എനിക്ക് എനിക്ക് എനിക്ക്. നേരത്തെ പറഞ്ഞല്ലോ 2 മമാകാരവും അഹങ്കാരം. ഞാൻ എന്നുള്ള അഹങ്കാരം, ആ അഹങ്കാരം ശരീരത്തെ സംബന്ധിച്ചതാണ്. ഞാൻ കേമനാണ്, ഞാൻ വെളുത്തതാണ്, ഞാൻ കറുത്തതാണ്, ഞാനൊരു മാന്യനാണ്, ഞാൻ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവനാണ്. അപ്പൊ ഞാൻ 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 എന്നുള്ളത്. പിന്നെ എന്റെ വീട്, എന്റെ മക്കള്, എന്റെ വസ്തുക്കള്, എന്റെ ആൾക്കാര്, ഇത് 2ഉം കൂടെ വെച്ചിട്ട് അതിന്റെ കൂടെ ആ എന്റേതിലേക്ക് അങ്ങ് ചേർക്കുക. ആരോടാ ചോദിക്കുന്നത്? മായാനാഥനോട്. ആരാണോ മായയെ ഉപയോഗിച്ച് കളിയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് ആ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടില്ല, മായയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മായയ്ക്ക് നല്ല സുഖം. അപ്പൊ പറയും മായയോട്, ഭഗവാൻ പറയും എന്നാ ചോദിക്കണമൊക്കെ കൊടുത്തോളൂ എന്ന് പറയും. അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ മായയ്ക്ക്. മായയെ ഉപയോഗിച്ചല്ലേ ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കുടുങ്ങി 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 ഇവിടെ തന്നെ കിടക്കും. ഇവിടുന്ന് എണീറ്റ് പോകാനേ പറ്റില്ല. ഈ ശ്ലോകം പഠിച്ചു കഴിയുമ്പോൾ അത് ഓർക്കണം, എന്താണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കാതെ എന്താണ്? ഭഗവാനെ, എൻ്റെ ചെറിയ മനസ്സിൽ എൻ്റെ ബുദ്ധി വളരെ ചെറിയ ബുദ്ധിയാണ്, ഇതിലെനിക്ക് രണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിന്റെ പിടിയിൽ നിന്ന് എനിക്ക് മോചിതനാകാൻ പറ്റില്ല. ഞാൻ ഈ മായ സൃഷ്ടിക്കപ്പെടുന്ന ഈ സൃഷ്ടിക്കകത്താണ് എൻ്റെ മായ സൃഷ്ടിക്കകത്താണ് എൻ്റെ ചിന്തകൾ മുഴുവൻ പോകുന്നത്, എൻ്റെ ആഗ്രഹങ്ങൾ പോകുന്നത് ഈ സൃഷ്ടിക്കകത്താണ്. അതിനെ മാറ്റിയിട്ട് ആരാണോ സൃഷ്ടികർത്താവ്, ആരാണോ മായാനാഥൻ, ആ മായാനാഥനെ എനിക്ക് വേണം എന്ന് മായയോട് തന്നെ പറയണം. എന്നെ ഗ്രസിച്ചിരിക്കുന്ന മായയെ എന്നെ ഇതിൽ നിന്ന് വിടിപ്പിച്ച് ആ സർവേശ്വരന്റെ അടുത്തേക്ക് എത്തിക്കണേ. സകല സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയിൽ എന്നെ ചേർക്കണേ. ഞാൻ ആ ശക്തിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് തരണേ. എന്നിൽ നിന്നുള്ള മായ നീങ്ങിയാൽ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കും എന്ന് വേദാന്ത ഗ്രന്ഥങ്ങൾ പറയുന്നു. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. അതിനുള്ള കഴിവ് എനിക്ക് തരണേ. എന്നിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കണേ. ഞാൻ ആ ഉണ്ണിക്കണ്ണനെ ആയിട്ട് ഞാനൊന്ന് സല്ലപിക്കട്ടെ, ഞാൻ മഹേശ്വരനുമായിട്ടൊന്ന് സല്ലപിക്കട്ടെ, അതിനൊരു കഴിവ് എനിക്ക് തരണേ. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ലൗകിക കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും മോചനം കിട്ടില്ല, സംശയിക്കേ വേണ്ട. അത്രയും പ്രബലമാണ് ഭഗവാന്റെ മായാശക്തി. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ എത്ര കാലമായി ഈശ്വര 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 എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഈശ്വരനാരാ? മായ ഉപയോഗിക്കുന്ന ബ്രഹ്മം. അപ്പൊ അവിടെ തന്നെ പറയണം, ഈ മായ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കണമെന്ന് എനിക്കറിയാം, എനിക്ക് ആ മായ വേണ്ട, എനിക്ക് അങ്ങയെ മതി എന്ന് പറയാം. ഭഗവാൻ ബാബ എപ്പോഴും പറയാറുള്ള ആൾക്കാരവിടെ വന്ന് വിഭൂതി സൃഷ്ടിച്ചു കൊടുക്കുന്നതും മോതിരം സൃഷ്ടിച്ചു കൊടുക്കുന്നതും ഭഗവാൻ ഓരോന്ന് സൃഷ്ടിച്ചു കൊടുക്കുന്നതിലാണ് എല്ലാവരുടെ ശ്രദ്ധ. അവിടെ ഭഗവാനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും നോക്കുന്നത് ഇന്ന് ഭഗവാൻ എന്തെങ്കിലും സൃഷ്ടിച്ചു കൊടുത്താൽ കണ്ടാൽ കൊള്ളാമായിരുന്നു, ഒരു മാല സൃഷ്ടിച്ചു കൊടുക്കുന്ന കണ്ടാൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ അവിടെ കയറിയിരിക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന ഭഗവാന്റെ അത്ഭുതങ്ങൾ എന്തെങ്കിലും കണ്ടാൽ കൊള്ളാം. അത്ഭുതം കാണിക്കുന്ന വ്യക്തി അവിടെ നിൽക്കുന്നു, സാക്ഷാത് ജഗദീശ്വരൻ അവിടെ നിൽക്കുന്നു. ജഗദീശ്വരനെ കാണണ്ട, സൃഷ്ടിയെ കാണണം. സൃഷ്ടികർത്താവിനെ അല്ല. ഭഗവാൻ തന്നെ പറയുന്നത്, നിങ്ങൾ സൃഷ്ടികർത്താവായ എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എന്റെ സൃഷ്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, അതിലാണ് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഭഗവാൻ. വളരെ ശരിയല്ലേ? സാക്ഷാൽ ജഗദീശ്വരൻ മുമ്പിൽ നിൽക്കുമ്പോൾ അത് കണ്ട് ആനന്ദിച്ച്, എന്റെ ഭഗവാനെ എനിക്ക് അങ്ങയിലേക്ക് എത്താൻ സാധിക്കണേ, എന്റെ ഈ മായാപ്രപഞ്ചത്തിൽ നിന്ന് എനിക്കൊരു മോചനം വരണേ, ജഗത് മിഥ്യ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരണേ
എന്നൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ വിഭൂതി കൊടുക്കുന്നുണ്ടോ, മറ്റേ മാല കൊടുക്കുന്നുണ്ടോ, ചെയിൻ കൊടുക്കുന്നുണ്ടോ, വള കൊടുക്കുന്നുണ്ടോ, മോതിരം കൊടുക്കുന്നുണ്ടോ, പടങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കാറ്. ആലോചിച്ച് നോക്കുക, ശരിയല്ലേ? ഇതേ കാര്യം തന്നെയല്ലേ അമ്പലത്തിൽ ചെന്നാലും ചെയ്യുന്നു. അവിടെ ഇൻ പേഴ്സൺ നമുക്ക് ഭഗവാനെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു വിശ്വസിക്കുന്നവർക്ക്. അല്ലാതെ ഇപ്പൊ അമ്പലത്തിൽ പോയാൽ എന്താ? പിന്നെ ഇത് തന്നെ ഈ ചോദ്യം തന്നെ, ഈ മായ എങ്ങനെ ചോദിച്ചു മേടിക്കുക. അപ്പൊ ഭഗവാനാണെങ്കിൽ നല്ല രസമാണ്. മായ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ, സുഖമായിട്ട് ഉപയോഗിക്കാം. വരുന്നവർ മുഴുവൻ, വരുന്നവർ കോടിക്കണക്കിന് ആൾക്കാർ മുഴുവൻ മായ ചോദിച്ചുകൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, എടുത്തോട്ടെ ഭഗവാൻ അങ്ങ് തരും, ഇഷ്ടംപോലെ അങ്ങ് തരും. അപ്പൊ നമ്മളതിൽ നിന്നൊക്കെ മാറണം. ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ഇനി അങ്ങനെ ആകരുത്. ഇനി ഒന്നും ചോദിക്കരുത് ഭഗവാനോട്, ഒന്നും ചോദിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കാം, അങ്ങനെ പറ്റുമോ? ഒന്നും ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോന്ന് ഒന്ന് ആലോചിച്ചു നോക്കാം. ചോദിക്കുന്നത് ഒന്ന് മാത്രം, മായയിൽ നിന്നുള്ള മോചനം. എൻ്റെ ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പേ ആ സത്യം എനിക്കറിയണം. ഞാൻ ആത്മാ എന്ന് എനിക്ക് തിരിച്ചറിയണം. ഈ മായയുടെ വലയിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം അത് സാധിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ മായയെ എന്നിൽ നിന്നും പിൻവലിക്കണേ ഭഗവാനേ എന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അവിടെ പറയുന്നത് ഒന്നുകൂടെ. അപ്പൊ ശോധിതയോഹോ, വിചാരം ചെയ്തു. ഇത്ര വിചാരം ചെയ്തില്ലേ നമ്മള്, ഇല്ലേ? ഈ ജീവിതത്തില്, നമ്മുടെ ഈ ജന്മത്തില് നമ്മളിപ്പോ വിചാരം ചെയ്തു. ത്വംപദ വിചാരം ഭംഗിയായിട്ട് ചെയ്തു, തത്പദ വിചാരം ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പത്തെ ഐക്യത്തെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു നന്നായിട്ട്, അസിപദ വിചാരം. ഇനിയെങ്കിലും ഇത് മനസ്സിലാവണം നമുക്ക്. അപ്പോ ഏത് തത്വത്തിനെ കുറിച്ചാണോ രണ്ടാമത്തെ വരിയിൽ ശ്രുത്യ, വേദത്തിൽ, ഉപനിഷത്തിനാൽ, ഛന്ദോഗ്യ ഉപനിഷത്തിനാൽ ജീവന്റെയും ബ്രഹ്മത്തിന്റെയും രണ്ടും ഒന്ന് എന്നുള്ള ഏകത്വത്തെ സംശയരഹിതമായി സമ്യക് ഏകത്വമേവ ഒന്ന് മാത്രം എന്നതിനെ പ്രതിപാദ്യതയെ വിശദീകരിക്കപ്പെടുന്നു. ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും. അത് മുഹുഹു എന്ന് ഭഗവാൻ അവിടെ തന്നെ, ആചാര്യസ്വാമികള് അവിടെ തന്നെ എഴുതിയിട്ടുള്ള ശ്ലോകത്തിൽ തന്നെ മുഹുഹു വീണ്ടും 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 പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. ഛാന്തോഗ്യ ഉപനിഷത്തില് തത്വമസി എന്നത് 9 പ്രാവശ്യം വരുന്നു. ഛാന്തോഗ്യ ഉപനിഷത്ത് തന്നെ 9 പ്രാവശ്യം പറയുന്നുണ്ട് തത്വമസി. ആലോചിച്ച് നോക്ക്, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നറിയാം, എന്നാൽ 2 പോരെ? അപ്പോഴും മനസ്സിലാവില്ലെന്നറിയാം. അങ്ങനെ മുഹുഹു 9 പ്രാവശ്യം ഉപനിഷത്തിനകത്ത് തന്നെ. ഉപനിഷത്തിലേക്ക് വരുന്നതേ 100-ല് 0.001 ഉപനിഷത്തിലേക്ക് വരുള്ളൂ. ആ ഉപനിഷത്തിൽ വരുന്ന ആൾക്ക് തന്നെ എത്ര പ്രാവശ്യം കേൾക്കണത്? എത്രയോ കേട്ടാലേ ആവുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഉപനിഷത്തിലേക്കൊക്കെ വന്നു. ഈ ഇത്രയും വരെ നമുക്ക് വരാൻ പറ്റി ഈ ജന്മത്തില്. വലിയ കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അവനെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മളൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടണം. ഈ ഇതിനകത്ത് കയറി കേൾക്കുന്ന ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് വളരെ ഹൈലി സ്പിരിച്വലി എൻലൈറ്റഡ് സ്റ്റേജിൽ വന്നിട്ടാണ് ഈ ഉപനിഷത്ത് കേൾക്കുന്നത്. അല്ലാതെ കേൾക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ശങ്കരാചാര്യസ്വാമിയുടെ വിവേകചൂടാമണിയും തത്വബോധവും ഒക്കെ കേട്ട് അതിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, വലിയ പുണ്യം ചെയ്ത ആത്മാവാണ് നമ്മൾ. നമുക്ക് ആ ഭഗവത് പാദത്തിലേക്ക് എത്താൻ അധികം ദൂരം പോകേണ്ടതില്ല, കുറച്ചേ ഉള്ളൂ ഇനി ശരിയാകാൻ. അത് ശരിയാക്കി എടുക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. കേട്ടതൊന്നും വെറുതെ പോവില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്കേ പോവുള്ളൂ, താഴേക്ക് പോവില്ല, ഉറപ്പാണ്. അതാണ് ഇതിന്റെയൊക്കെ ഒരു ഗുണം. വേദപരമായിട്ടും വേദാന്തപരമായിട്ടൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടത്തില്ല ഒരിക്കലും. പിന്നെ ഇത്രയും ആയസ്സരിക്കും നമ്മൾ സൽക്കർമ്മങ്ങളെ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പാണല്ലോ. ദുഷ്കർമ്മം ചെയ്യില്ലല്ലോ, പോയി വീണ്ടും കുഴിയിലേക്ക് പോയി വീഴില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോ തീർച്ചയായിട്ടും നമ്മൾ സ്വയം എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരു സംശയവും വിചാരിക്കേണ്ട. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ഇത് കേട്ട് താല്പര്യത്തോടുകൂടി കേൾക്കുന്ന ഓരോരുത്തരും ഭഗവാന്റെ അനുഗ്രഹം അങ്ങേയറ്റം ലഭിച്ചിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇത് കേൾക്കാൻ സാധിക്കില്ല. വേദാന്തം കേൾക്കാൻ ഇരിക്കില്ല, കേൾക്കില്ല. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് കേൾക്കുക, അയ്യോ ഇത് നമുക്ക് ദഹിക്കില്ലെന്ന് പറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഒരു മഹാഭാഗ്യം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നു. അതിനെ തിരിച്ചറിഞ്ഞ് മാക്സിമം നേരത്തെ ഉപയോഗിക്കുക. എപ്പോഴാണ് ശരീരം വിട്ടു പോകണമെന്ന് അറിയാൻ പറ്റില്ല. ഒക്കെ പ്രായമായിരിക്കുക, നമ്മളൊക്കെ പ്രായമായവർ. ഏത് സമയത്തും എന്തോ സംഭവിക്കാം. അപ്പൊ പേടിക്കുകയല്ല വേണ്ടേ. ഏത് സമയത്ത് ഏത് സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് എന്റെ അജ്ഞാനം പോട്ടെ,
എത്രയും പെട്ടെന്ന് ഞാൻ അജ്ഞാനത്തിൽ നിന്ന് മോചനാവട്ടെ. ഇത് സത്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്കിനി എന്റെ കണ്ണുകൊണ്ടൊന്നും കാണാനില്ല. എനിക്ക് ആ ജഗദീശ്വരന്റെ ആ ചൈതന്യത്തെ കണ്ടാൽ മതി. എന്റെ ചെവി കൊണ്ട് എനിക്കൊന്നും ഇനി കേൾക്കാനില്ല. ഇതൊരു വെറും ഇന്ദ്രിയം മാത്രം. ഇതെന്ത് കേൾക്കാൻ? കേൾക്കുന്നതൊന്നും സത്യവും ശാശ്വതവും അല്ലല്ലോ. പിന്നെ എന്ത് കേൾക്കാൻ? കേട്ട് ആസ്വദിച്ച് സന്തോഷിച്ച് തലയാട്ടി രസിച്ച് തുള്ളിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. നാക്കുകൊണ്ട്, ഈ ഇന്ദ്രിയം കൊണ്ട് ഇനി എന്ത് നേടാൻ? ഇത്രയും കാലം കഴിച്ചതെല്ലാം പോരെ? ഇത്രയും സ്വാദം അറിഞ്ഞത് പോരെ? ഈ മൂക്കുകൊണ്ട് ഇനി എന്ത് ഗന്ധം ആസ്വദിക്കാൻ? അങ്ങനെ എല്ലാം അന്ന് നമുക്ക് അറിയുന്ന ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് പറയാം. പിന്നെ മനസ്സ്. എന്റെ മനസ്സിൽ ഈ 100,000 ചിന്തകൾ വെച്ചിരിക്കേണ്ടതല്ലോ ഞാൻ. എന്റെ മനസ്സിൽ എന്തിനാവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്? ചിന്തയുണ്ടായാലേ മനസ്സുണ്ടാവും. ചിന്തയില്ലാതിരുന്ന് നോക്കുക, ഒന്നും ചിന്തിക്കാതിരുന്നിരുന്ന് നോക്കൂ, ശകലം നേരം പറ്റുമോ? അപ്പൊ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോ ആരെക്കുറിച്ച് ചിന്തിക്കണം? അതിനാണ് ഭാഗവതം. ഈശ്വര ലീലകളെ കുറിച്ച് ചിന്തിക്കുക, ഈശ്വര കഥകളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ലൗകികമായ ആഗ്രഹങ്ങളെല്ലാം അവിടെ നിന്ന് മാറും. അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും ഇരുന്ന് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ പരമഭാഗ്യവാന്മാരാണ്. എല്ലാവരും ഇപ്പൊ ധ്യാനിക്കുന്നവരൊക്കെ ആയിരിക്കും. നമ്മൾ ചോദിക്കുമ്പോൾ ഭയങ്കര ധ്യാനമാണ്. എല്ലാവരും അവിടെ പഠിക്കുന്നു ധ്യാനം, ഇവിടെ പഠിക്കുന്നു ധ്യാനം, രാവിലെ അത്ര സമയം ഇരിക്കാറുണ്ട്, ഇത്ര സമയം അതിരിക്കാറുണ്ട്. എന്താണ് ധ്യാനം? ചിന്തിക്കണം. ഈശ്വരനെ മാത്രം വിചാരിച്ചിരുന്നാൽ ഓക്കെ ആയിരിക്കില്ലല്ലോ. നമുക്കറിയാം വേറെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കും, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും, ഒരുപാട്. എന്താ വെച്ചാൽ മനസ്സതാണ്. ഇവിടെ ഇങ്ങനെ തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കും. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബില്ലിൽ നിന്ന് അമ്പുകൾ 1, 10, 10, 100, 100,000 ഇങ്ങനെ പോകുന്ന പോലെയാണ് നമ്മുടെ മനസ്സിനകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ. ഒരു കൈയും കണക്കില്ല. ഒരെണ്ണം ടപ്പ് ഒരെടുത്തത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മൈൻഡ് ചെയ്യാതിരിക്കലേ പറ്റുള്ളൂ. ഭഗവാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് അടക്കി വെക്കാനോ നിങ്ങൾക്ക് ഇത് കളയാനോ ഒന്നും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം അത് സൂക്ഷ്മ ശരീരം ഈശ്വരന്റെ സൃഷ്ടിയാണ്, നമ്മുടെ സൃഷ്ടിയല്ലല്ലോ. ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലെ കൂടെ കൂടി വന്നിരിക്കുന്ന അതിനെ കളയണമെങ്കിൽ ഒരു കാര്യമുള്ളൂ ചെയ്യാൻ: മൈൻഡ് ചെയ്യാതിരിക്കുക, അതിനെ ശ്രദ്ധിക്കാതിരിക്കുക. ശ്രദ്ധിക്കാതിരുന്നാൽ, നമ്മളൊരാളെ ശ്രദ്ധിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ അടുത്തേക്ക് പറ്റില്ല. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, ഒന്ന് പതുക്കെ അവോയ്ഡ് ചെയ്യാം, അല്ലേ? സൂത്രത്തില് അങ്ങനെ 2-3 പ്രാവശ്യം അവർക്ക് മനസ്സിലാവും, ഇയാളുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഒന്നും നടക്കും. ചുമ്മാ വന്ന് നമ്മൾ കത്തി വെക്കുന്ന ആൾക്കാരുണ്ട്. വെറുതെ ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ പൊതുവെ. അറിഞ്ഞില്ലേ? ഇന്ന് നമ്മ അറിയേണ്ട കാര്യമായിരിക്കില്ല. അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളമ്പും. അപ്പോ അങ്ങനത്തെ ആൾക്കാരുടെ ഫോൺ കോള് കണ്ടാൽ തന്നെ ട്രൂ കോളർ ആണെങ്കിൽ അപ്പൊ തന്നെ എടുക്കാതിരുന്ന പരിപാടി കഴിഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ചില ആൾക്കാരെ നമുക്ക് അറിയാലോ, അപ്പൊ അത് എടുക്കില്ല. ആ കോൾ എടുക്കാതിരുന്ന പ്രശ്നം തീർക്കും. എടുത്താലോ അന്നത്തെ ദിവസം പോയി. എന്തെങ്കിലും ഒരു കേസ് കെട്ടായിരിക്കും വരുന്നത്. പിന്നെ അതും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനുഷ്യനല്ലേ, അതിൽ നിന്ന് ഉയരണമല്ലോ. ആ മനുഷ്യനല്ലേ എന്നുള്ളതിൽ നിന്ന് ഉയർന്ന ആത്മാവല്ലേ എന്നുള്ളേക്ക് ഉയരണം. അതിന് ഇങ്ങനെ ചില നിഷ്ഠകളിൽ കൂടി പോയാലേ അത് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സാധിക്കില്ല, ഉറപ്പാണ്. അപ്പൊ മായയെ മാറ്റി തരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇവിടെ കാണുന്ന കാര്യങ്ങളൊന്നും വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഉയരട്ടെ. അപ്പൊ അത് പറയാനാണ് ഇവിടെ വീണ്ടും 9 പ്രാവശ്യം ശാന്തോദ്യോപനിഷത്തില് തത്വമസി 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 എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശ്ലോകത്തില് തീർച്ചപ്പെടുത്തി ശങ്കരാചാര്യസ്വാമികൾ എന്ത്? ഈ ഉപദേശങ്ങളെല്ലാം ഐക്യം കാണിച്ചു തരാനാണ്, വേറൊന്നിനും വേണ്ടിയിട്ടില്ല. ജീവബ്രഹ്മ ഐക്യത്തെ കാണിച്ചു തരാനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് എന്ന് ആചാര്യസ്വാമി ഇവിടെ അടിവറയിട്ട് പറയുന്നു. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ആ റിലേഷൻഷിപ്പിനെ ഒന്നുകൂടെ പറഞ്ഞു തരും, ഭംഗിയായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരും. ഇപ്പോ രണ്ടിനെയും കീറി മുറിച്ച് പറഞ്ഞു തന്നു. ഇത് എപ്പോൾ ഐക്യപ്പെടുത്താൻ പറ്റും? ഐക്യപ്പെടുത്തുവാൻ നിബന്ധന എന്ത്? ഒറ്റ നോട്ടത്തിൽ രണ്ടും വേറെയായിട്ട് തോന്നണം, യഥാർത്ഥത്തിൽ രണ്ടും ഒന്നായിരിക്കാം. അതാണ് നിബന്ധന പറഞ്ഞത്. അപ്പൊ കണ്ണിന് ദ്വൈതം തോന്നണം, യഥാർത്ഥത്തിൽ ദ്വൈതം ഉണ്ടാവുകയും പാടില്ല. അങ്ങനെ ആകുമ്പോഴേ ഏകത്വം പറയാൻ പറ്റുള്ളൂ. ആ കാര്യത്തെ തെളിവായിട്ട് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പറഞ്ഞു തരും. അതങ്ങനെ ഇപ്പൊ നമുക്കത് എങ്ങനെയാന്നൊരു സംശയം ഉണ്ടല്ലോ. കാണുമ്പോൾ ദ്വൈതമായിരിക്കണം, ആക്ച്വലി അദ്വൈതമായിരിക്കണം. ഇതെങ്ങനെ എന്നുള്ളത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമി പറയുന്നത്. എല്ലാം മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളെ മുഴുവൻ വിവേക ചൂടാമണി തീർത്തു തരുന്നുണ്ട്.
നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എന്നും നമസ്കരിക്കുന്ന ഒരു ഈശ്വരൻ ഞാനും ഒന്ന് എന്നൊരാൾ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നും രാവിലെ എണീറ്റ് നമസ്കരിക്കുക, ഭഗവാനെ എന്ന് വിളിക്കുന്നു, ഭഗവാനെ ഏത് സമയം വിളിക്കുന്നു, നമസ്കരിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം എങ്ങനെയാ? ഭഗവാനെ ഭഗവാനെ, ഈശ്വര 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 എന്ന് വിളിച്ചുകൊണ്ടാണ്. അങ്ങനെ കോടി കോടി ജന്മങ്ങൾ കഴിഞ്ഞു വന്ന നമുക്ക് ഇതങ്ങ് ഉറച്ചിരിക്കുക, ഉള്ളില് മാറാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാളോട് വന്ന് പറയാണ്, ഏയ് നിങ്ങളും ഈശ്വരൻ ഒന്നാണ് കേട്ടോ എന്ന് ചാന്തോക്യോപനിഷത്ത് എന്ന് പറയാണ്. അത് ത്വം അസി, ആ ഈശ്വരൻ നീ ആയിരിക്കുന്നു, നീ തന്നെയാണത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നോട് എത്ര പേര് തർക്കിച്ചിട്ടുണ്ട് സ്വാമി പറയുമ്പോൾ, ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ഈശ്വരനാണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളത് മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ, അതൊന്നും അങ്ങനെയൊക്കെ ഭഗവാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, നല്ല വർത്തമാനമല്ലേ? ഈശ്വരൻ സ്വാമി അങ്ങനെയൊക്കെ പറയും. അത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ചാന്തോക്യോപനിഷത്തിൽ ഉപനിഷത്തിൽ അതൊക്കെ പറയും. ഈശ്വരൻ ആരാ സാറേ? ഈശ്വരൻ ഇല്ലാണ്ട് കൊണ്ട് പറ്റുമോ? നമ്മൾ മുഴുവൻ ഈശ്വരന്റെ അടുത്തല്ലേ എല്ലാം പറയുന്നത്. ഈശ്വരൻ ഇല്ലെങ്കിൽ നമുക്ക് വല്ലതും പറ്റുമോ സാറേ? അപ്പൊ നമ്മളെ വേറെ ആയിട്ട് തന്നെ എടുക്കുള്ളൂ. എന്ത് ചെയ്താലും അങ്ങോട്ട് മാറില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, മാറത്തില്ല. അത് മാറണം. മാറിയാലേ അന്തിമ ലക്ഷ്യം മോക്ഷം, മുക്തി ലഭിക്കുകയുള്ളൂ. അല്ലാതെ കിട്ടില്ല. രണ്ടായിട്ടിരുന്നാൽ രണ്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. ഒന്നാകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അതിനാണ് ഈശ്വരനും തത് ത്വം അസി, ഈശ്വരനും നീയും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു തന്നെ. അപ്പൊ മാത്രമല്ല ധിക്കാരമല്ലേ പറയണേന്ന് പറയും. അടുത്തത് അജ്ഞാനം കൂടുമ്പോ പറയും, ധിക്കാരമല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഈശ്വരനും ഞാനും ഒന്ന്. എന്ത് ധിക്കാരായി പറയുന്നത്? അമ്പലം കണ്ടില്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്? അമ്പലം നമുക്ക് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. നമ്മുടെ വീടുകളിലും ചെറിയ ചെറിയ വീടുകളിലൊക്കെ നമ്മൾ കഴിയുന്നത്. അത് ഈശ്വരനോ? അമ്പലത്തിലല്ലേ. ഇത്രയും വലിയ അമ്പലം, എത്ര ജനങ്ങൾ വരുന്നു, കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു, തൊഴുന്നു, എന്തെല്ലാം നടക്കുന്നു. ആ ഈശ്വരന് ഞാനും ഒന്നോ? എങ്ങനെ പറയും നിങ്ങൾ? അടികിട്ടാതെ പോകുന്ന ഭാഗ്യം അല്ലേ? ചിലപ്പോ കൈവയ്ക്കും നമുക്കിട്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ. പറയേണ്ടവരോടെ പറയാവില്ലാത്തവരോട് പറയരുത്. അപ്പോ അതെന്ത് ആധാരത്തിലാണ്? ശങ്കരാചാര്യസ്വാമി പറഞ്ഞു തരാൻ പോവാണ്. എന്ത് ആധാരത്തിലാണ് ഈ ജീവനും ഈശ്വരനും ഒന്നാണ് എന്ന് പറയുന്നത്? ഏത് രീതിയിൽ ഐക്യം ഉണ്ട് എന്നും ഏത് രീതിയിൽ ഐക്യം ഇല്ല എന്നും പറയാൻ പോകുന്നുണ്ട് വരുന്ന ശ്ലോകങ്ങളിൽ. വീണ്ടും നമുക്ക് ഭംഗിയായിട്ട് ഇനിയുള്ള ശ്ലോകങ്ങളും കൂടെ പഠിക്കാൻ ഭഗവാൻ ആയുസ്സും ആരോഗ്യവും തരട്ടെ. അതിനുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ജ്ഞാനം ഉദിക്കട്ടെ. ഭഗവാൻ നമ്മളെ മായയിൽ നിന്ന് മോചിപ്പിക്കട്ടെ. ആ ഭഗവാനാണല്ലോ മായ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മളല്ലല്ലോ. ആ മായ പിൻവലിച്ചു കഴിയുമ്പോൾ ആ ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ സമാപിക്കാം. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. സായിരാം. 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 സായിരാം സാർ. സായിരാം. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ.